വിഷ്ണു സഹസ്രനാമത്തിൻ്റെ 11ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 51 മുതൽ 55 വരെയുള്ള ശ്ലോകങ്ങളിൽ കൂടി 475 മുതൽ 520 വരെയുള്ള നാമങ്ങൾ നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. 51ാം ശ്ലോകം. ധർമ്മഗുപ്ധർമ്മകൃദ്ധർമ്മി സദസക്ഷരമക്ഷരം അവിജ്ഞാതാ സഹസ്രാംശുർ വിധാതാ കൃതലക്ഷണ. ധർമ്മഗുപ്, ധർമ്മകൃത്, ധർമ്മി, സദ്, അസദ്, ക്ഷരം, അക്ഷരം, അവിജ്ഞാത, സഹസ്രാംശു, വിധാത, കൃതലക്ഷണ എന്നിങ്ങനെ 11 നാമങ്ങൾ ഈ ശ്ലോകത്തിൽ നമുക്ക് കാണാം. ധർമ്മഗുപ്, ഗോപനം ചെയ്യുക എന്നാൽ രക്ഷിക്കുക എന്നർത്ഥം വരുന്നതിനാൽ ഭഗവാൻ വിഷ്ണു ധർമ്മത്തെ ഗോപനം ചെയ്യുന്നവനാണ് എന്ന് പറയുന്നു. ധർമ്മകൃത്, ധർമ്മത്തെ രക്ഷിക്കുക മാത്രമല്ല ധർമ്മം നിർവഹിക്കുന്നവനുമാണ് വിഷ്ണു എന്ന് അർത്ഥം വരുന്നു ഈ നാമത്തിന്. ധർമ്മി, ധർമ്മത്തെ ധരിക്കുന്നവനും കൂടിയാണ് വിഷ്ണു എന്ന് ഈ 3 നാമങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നു. സദ്, എന്നും നിലനിൽക്കുന്നവൻ, പരമാത്മാവിൻ്റെ നാമമാണിത്. സത്യഭാവത്തിലും ശ്രേഷ്ഠഭാവത്തിലും എന്നും നിലനിൽക്കുന്നവനാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. അസദ്, ഈ പദത്തിന് ഇല്ലാത്തത് എന്ന അർത്ഥം വരുന്നു. ബ്രഹ്മത്തിന് പരം, അപരം എന്ന 2 അവസ്ഥയുണ്ട്. അതിൽ അപരമാണ് അസദ് എന്നത്. ഇല്ലാത്തതാണെങ്കിലും ഉള്ളതായി തോന്നിക്കുന്ന പ്രപഞ്ചത്തിനെയാണ് ബ്രഹ്മത്തിൻ്റെ അപരാവസ്ഥ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതാണ് അസദ്. സത്തും അസത്തും ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ വിഷ്ണു ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളതായി കാണാം. ക്ഷരം, നശിക്കുന്ന വസ്തുക്കളെ ക്ഷരമെന്ന് പറയുന്നു. അക്ഷരം, നശിക്കാത്ത വസ്തുക്കൾ അക്ഷരമായവ എന്ന് പറയപ്പെടുന്നു. അതായത് നശിക്കാത്തതും നശിക്കുന്നതുമായ വസ്തുക്കളെല്ലാം വിഷ്ണു തന്നെയാണ് എന്നാണ് ഈ 2 നാമങ്ങൾ കാണിക്കുന്നത്. അവിജ്ഞാത, അറിയപ്പെടാത്തവനെന്ന് വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. ജ്ഞാനികൾക്കൊഴികെ മറ്റാർക്കും വിഷ്ണുവിനെ അറിയുവാൻ വിഷമമാണ് എന്നർത്ഥം വരുന്നു. സഹസ്രാംശു, ആയിരക്കണക്കിന് കിരണങ്ങളുള്ളവനെന്ന് വിശേഷിപ്പിക്കുന്നു. സൂര്യനെയും ചന്ദ്രനെയും മറ്റു ഗോളങ്ങളെയും പ്രജ്വലിപ്പിക്കുന്നവനാണ് വിഷ്ണു എന്ന് പറയുന്നു. വിധാത, സ്രഷ്ടാവ്, വിധി നിർണയിക്കുന്നവൻ എന്നൊക്കെയാണ് വിഷ്ണുവിനെ ഈ നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. കൃതലക്ഷണ, ലക്ഷണങ്ങൾ അതായത് ശാസ്ത്രങ്ങൾ രചിച്ചവൻ ആണ് വിഷ്ണു എന്നാണ് ഇതിനർത്ഥം. 52ാമത്തെ ശ്ലോകം. ഗഭസ്തിനേമി സത്വസ്ഥ സിംഹോ ഭൂതമഹേശ്വര ആദിദേവോ മഹാദേവോ ദേവേശോ ദേവഭൃത്ഗുരു. ഗഭസ്തിനേമി, സത്വസ്ഥ, സിംഹ, ഭൂതമഹേശ്വര, ആദിദേവ, മഹാദേവ, ദേവേശ, ദേവഭൃത്ഗുരു എന്നീ 8 നാമങ്ങൾ നമുക്ക് ഈ ശ്ലോകത്തിൽ കാണാം. ഗഭസ്തി നേമി, ഗഭസ്തി എന്നാൽ രശ്മി, നേമി എന്നാൽ ചക്രത്തിൻ്റെ കേന്ദ്രമാണ് എന്ന് നാം കണ്ടതാണ്. അപ്പോൾ ഗഭസ്തി നേമി എന്നതുകൊണ്ട് തേജസ്സിൻ്റെ ഒരു സ്രോതസ് എന്നാണ് വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നത്. സത്വസ്ഥ, സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ് വിഷ്ണു എന്ന് പറയുന്നു. സിംഹ, സിംഹതുല്യമായ പരാക്രമമുള്ളവൻ, നരസിംഹം എന്ന് വിശേഷിപ്പിക്കുന്നു. ഭൂതമഹേശ്വര, പഞ്ചഭൂതങ്ങളുടെ മഹാനായ ഈശ്വരനെന്ന് ഇവിടെ വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. പഞ്ചഭൂതങ്ങളായി പ്രകടമാകുന്ന മഹാനായ ഈശ്വരനെന്നും പറയുന്നു. ആദിദേവ, ആദിയും ദേവനുമായവനെന്ന് ഈ നാമത്തിന് അർത്ഥം പറയുന്നു. മഹാദേവ, മഹാനായിരിക്കുന്ന ദേവനെന്നും ശിവൻ തന്നെയാണ് വിഷ്ണു എന്നും ഇതുകൊണ്ട് അർത്ഥമാക്കുന്നു. ദേവേശ, ദേവന്മാരുടെ ഈശ്വരൻ അല്ലെങ്കിൽ ഈശൻ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേവഭൃത്ഗുരു, ദേവഭൃത് എന്നാൽ ദേവന്മാരെ ഭരിക്കുന്നവനെന്നും അതായത് ഇന്ദ്രനെന്നും ദേവഭൃത് ഗുരു എന്നതുകൊണ്ട് ദേവേന്ദ്രൻ്റെയും ഗുരു എന്നും വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. 53ാം ശ്ലോകം. ഉത്തരോ ഗോപതിർഗോപ്ത ജ്ഞാനഗമ്യ പുരാതന ശരീരഭൂതഭൃത്ഭോക്ത കപീന്ദ്രോ ഭൂരി ദക്ഷിണ. ഉത്തര, ഗോപതി, ഗോപ്ത, ജ്ഞാനഗമ്യ, പുരാതന, ശരീരഭൂതഭൃത്, ഭോക്ത, കപീന്ദ്ര, ഭൂരിദക്ഷിണ എന്നിവയാണ് ഈ ശ്ലോകത്തിലെ 9 നാമങ്ങൾ. ഉത്തര, ഉത്തരം ചെയ്യിക്കുന്നവൻ, സംസാരസാഗരത്തിൽ നിന്ന് കരകയറ്റുന്നവനെന്നും സർവശ്രേഷ്ഠൻ എന്നുമൊക്കെ ഈ നാമത്തിന് വിശേഷണം കാണാം. ഗോപതി, ഗോപാലൻ, ശ്രീകൃഷ്ണൻ എന്നർത്ഥം പറയാം.
ഗോ എന്ന ശബ്ദത്തിന് ആകാശം, പ്രകാശം, സ്വർഗം, പശു, ഭൂമി, വാക്ക്, ഇന്ദ്രിയം എന്നൊക്കെ അർത്ഥമുണ്ട് എന്ന് നാം മനസ്സിലാക്കിയതാണ്. ഇവയിൽ ഓരോന്നിൻ്റെയും നാഥനെന്നും വിശേഷിപ്പിക്കുന്നു. ഗോപ്ത, രക്ഷിക്കുന്നവൻ എന്നാണ് ഇതിനർത്ഥം. ജ്ഞാനഗമ്യ, ജ്ഞാനം കൊണ്ട് എത്തിപ്പെടാനാവുന്നവനെന്ന് വിശേഷിപ്പിക്കുന്നു. പുരാതന, വളരെ പുരാതനമായിട്ടുള്ളവനാണ് വിഷ്ണു എന്ന് നാം ഇതിനു മുൻപും കണ്ടിട്ടുള്ളതാണല്ലോ. ആദിദേവനെന്നും നമുക്ക് പറയാം. ശരീരഭൂതഭൃത്, ശരീരഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ, അവയെ ഭരിക്കുന്നവൻ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നവൻ എന്ന് അർത്ഥം പറയാം. ഭോക്ത, രക്ഷിക്കുന്നവനെന്ന് അർത്ഥം പറയുന്നു. കപീന്ദ്ര, ഇവിടെ ശ്രീരാമനെയാണ് ഉദ്ദേശിക്കുന്നത്. കപിയൂഥത്തിൻ്റെ, വാനരന്മാരുടെ നാഥനാണല്ലോ ശ്രീരാമൻ. ഭൂരിദക്ഷിണ, ധാരാളം ദക്ഷിണ ചെയ്യുന്നവനാണ് വിഷ്ണു എന്ന് പറയുന്നു. ഒരു യജ്ഞത്തിലെ അനിവാര്യ ഘടകമാണ് ദക്ഷിണ. പ്രത്യുപകാര ഇച്ഛയില്ലാതെ വിപുലമായി ദക്ഷിണ കൊടുക്കുന്നത് ഭഗവാൻ വിഷ്ണുവിൻ്റെ സ്വഭാവമാണ് എന്നർത്ഥം പറയാം. 54-ാം ശ്ലോകം. സോമപോമൃതപ സോമ പുരുജിത് പുരുസത്തമ വിനയോ ജയ സത്യസന്ധോ ദാശാർഹ സാത്വതാം പതി. സോമപ, അമൃതപ, സോമ, പുരുജിത്, പുരുസത്തമ, വിനയ, ജയ, സത്യസന്ധ, ദാശാർഹ, സാത്വതാംപതി, ഇങ്ങനെ 10 നാമങ്ങൾ ഈ ശ്ലോകത്തിൽ കാണാം. സോമപ, സോമപാനം ചെയ്യുന്നവനെ സോമപൻ എന്ന് പറയാം. യാഗങ്ങളിൽ മന്ത്രം കൊണ്ട് ആവാഹനം ചെയ്യപ്പെടുന്ന ദേവതകളുടെ രൂപം കൊണ്ട് സോമപാനം ചെയ്യുന്നവൻ വിഷ്ണുവാണ് എന്ന് സൂചിപ്പിക്കുന്നു ഇവിടെ. യജ്ഞം ചെയ്യുന്ന യജമാനൻ്റെ രൂപത്തിൽ സോമപാനം ചെയ്യുന്നവനെന്നും പറയാം. അമൃതപ, അമൃതപാനം ചെയ്യുന്നവനെന്നാണ് ഈ നാമത്തിന് അർത്ഥം. പാലാഴി മഥനം കഴിഞ്ഞ് കിട്ടിയ അമൃത് ദേവന്മാർക്ക് കൊടുക്കുകയും സ്വയം പാനം ചെയ്യുകയും ചെയ്തവൻ എന്ന് അർത്ഥമെടുക്കാം. ആത്മസ്വരൂപമായ അമൃത് പാനം ചെയ്തവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോമ, 2 രീതിയിൽ ഇതിനെ കാണാം. സോമ എന്ന പദത്തിന് സ, ഉമ എന്ന് എടുക്കുകയാണെങ്കിൽ ഉമയോട് കൂടിയവൻ, അതായത് ശിവൻ എന്നും സോമൻ്റെ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ രൂപത്തിൽ ഔഷധികളെ പോഷിപ്പിക്കുന്നവനെന്നും 2 അർത്ഥം പറയാം. വിഷ്ണുവും ശിവനും ഒന്ന് തന്നെയാണ് എന്നും ഇവിടെ കാണിക്കുന്നു. പുരുജിത്, അനേകം പേരെ ജയിച്ചവനാണ് വിഷ്ണു എന്ന് പറയുന്നു ഇവിടെ. പുരുസത്തമ, ഈ നാമത്തിൽ പുരു എന്നതിന് മഹദ് എന്നാണ് അർത്ഥം പറയുന്നത്. മഹാന്മാരിൽ വച്ച് ശ്രേഷ്ഠനാണ് മഹാവിഷ്ണു എന്ന് പറയുന്നു. വിനയ, വിനയ എന്നതിന് സന്മാർഗത്തിലൂടെ നയിക്കുക എന്ന് പറയുന്നു. വിനയിക്കുന്നവൻ എന്നാണ് ഈ നാമത്തിലെ വിശേഷണം. ജയ, സർവവിജയി എന്നാണ് ഇവിടെ വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നത്. സത്യസന്ധ, സന്ധ എന്നാൽ അർത്ഥം പ്രതിജ്ഞ. സത്യത്തിനു വേണ്ടി പ്രതിജ്ഞാബദ്ധൻ അഥവാ സത്യസങ്കല്പനാണ് സത്യസന്ധൻ. ഇങ്ങനെയാണ് വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നത്. ദാശാർഹ, ദാശമെന്നാൽ ദാനം. ദാനത്തിന് അർഹനായവൻ ദാശാർഹൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ദാശാർഹ വംശജൻ എന്നാൽ യദുകുലത്തിൽ ജനിച്ചവനെന്നും അർത്ഥം പറയുന്നു. സാത്വതാംപതി, സാത്വതം എന്നത് ഒരു തന്ത്രമാണ്. അത് അനുഷ്ഠിക്കുന്നവരെ സാത്വതന്മാർ എന്ന് പറയുന്നു. അവരുടെ നാഥൻ അഥവാ പതിയാണ് സാത്വതാംപതി. സാത്വതന്മാർ എന്നാൽ യാദവന്മാർ എന്നും അർത്ഥം പറയുന്നു. യാദവന്മാരുടെ പതി യാദവനാഥൻ ആണ് ശ്രീകൃഷ്ണൻ. 55-ാം ശ്ലോകം. ജീവോ വിനയിതാ സാക്ഷി മുകുന്ദോമിത വിക്രമ അംഭോ നിധിരനന്ദാത്മാ മഹോദതിശയോന്തക. 8 നാമങ്ങൾ ഇവിടെ കാണാം. ജീവ, വിനയിതാസാക്ഷി, മുകുന്ദ, അമിതവിക്രമ, അംഭോനിധി, അനന്താത്മ, മഹോദതിശയ, അന്തക എന്നിവയാണ് 8 നാമങ്ങൾ. ജീവ, ക്ഷേത്രജ്ഞൻ്റെ രൂപത്തിൽ പ്രാണനുകളെ ധരിക്കുന്നതുകൊണ്ട് ജീവനെന്ന് വിശേഷിപ്പിക്കുകയാണ് ശ്രീ ശങ്കരാചാര്യർ. ജീവാത്മാവായിരിക്കുന്നവനാണ് എന്നർത്ഥം. വിനയിതാസാക്ഷി, വിനയിത എന്നാൽ വിനയമുള്ള അവസ്ഥ എന്ന് പറയുന്നു. അത് കണ്ടറിയുന്നവനെ വിനയിതാസാക്ഷി എന്ന് പറയാം. വിനയിത എന്നതിന് ഗമനശീലം എന്നും പറയാമത്രേ. അസാക്ഷി എന്നാൽ ആത്മാവിനെ അല്ലാതെ മറ്റു വസ്തുക്കളെ ദർശിക്കാത്തവനെന്നും അർത്ഥം പറയുന്നു. അതുകൊണ്ട് വിനയിതാസാക്ഷി എന്നതിന് ജീവികളുടെ നീക്കത്തെ നോക്കാതെ അവയുടെ ആത്മാവിനെ ദർശിക്കുന്നവനെന്ന് അർത്ഥം വരുന്നു. മുകുന്ദ, മുകുന്ദൻ എന്നതുകൊണ്ട് മുക്തിയെ ദാനം ചെയ്യുന്നവനെന്നാണ് അർത്ഥം പറയുന്നത്. അമിതവിക്രമ, അമിതമായ വിക്രമത്തോടു കൂടിയവനാണ് വിഷ്ണു എന്ന് പറയുന്നു.
അംഭോനിധി ദേവന്മാരും അസുരന്മാരും മനുഷ്യരും പിതൃക്കളും ചേർന്നതാണ് അംഭസ് എന്ന് പറയുന്നു. ഈ അംഭസ്സുകളുടെ നിധിക്ക് നിധാനമായവനെന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. അനന്താത്മാ അനന്തമായ ആത്മാക്കളോട് കൂടിയവനെന്നാണ് ഈ നാമത്തിലെ വിശേഷണം. മഹോദധിശയ മഹോദധിയിൽ അനന്തമായ സമുദ്രത്തിൽ വടപത്രത്തിൽ അതായത് ആലിലയിൽ ശയിക്കുന്നവനെന്നാണ് വിശേഷിപ്പിക്കുന്നത്. പ്രളയകാലത്ത് പ്രപഞ്ചമാകെ മഹോദധിയിൽ വിലയം പ്രാപിക്കുന്നു എന്ന് പറയുന്നു. പാലാഴിയെ വിഷ്ണുവിൻ്റെ വാസസ്ഥലത്തെയാണ് ഇവിടെ പറയുന്നത്. പ്രളയകാലത്ത് എല്ലാം വിഷ്ണുവിൽ ലയിക്കുന്നു എന്നർത്ഥം. അന്തക പഞ്ചഭൂതങ്ങളുടെ അന്ത്യത്തെ ചെയ്യുന്നവനെന്ന് ഈ നാമത്തിന് അർത്ഥം പറയുന്നു. നമ്മളിപ്പോൾ 520 നാമങ്ങൾ മനസ്സിലാക്കി. നമുക്ക് ഇന്നത്തെ 5 ശ്ലോകങ്ങൾ ചൊല്ലാം. ധർമ്മഗുപ്ധർമ്മകൃദ്ധർമ്മി സദസക്ഷരമക്ഷരം അവിജ്ഞാത സഹസ്രാംശുർ വിധാതാ കൃതലക്ഷണ ഗഭസ്തിനേമി സത്വസ്ഥ സിംഹോ ഭൂതമഹേശ്വര ആദിദേവോ മഹാദേവോ ദേവേശോ ദേവഭൃത്ഗുരു ഉത്തരോ ഗോപതിർഗോപ്ത ജ്ഞാനഗമ്യ പുരാതന ശരീരഭൂതഭൃത്ഭോക്ത കപീന്ദ്രോ ഭൂരിദക്ഷിണ സോമപോമൃതപസോമ പുരുജിത് പുരുസത്തമ വിനയോ ജയസത്യസന്ധോ ദാശാർഹ സാത്വതാം പതി ജീവോ വിനയിതാ സാക്ഷി മുകുന്ദോമിത വിക്രമ അംഭോ നിധിരനന്ദാത്മാ മഹോദതിശയോന്തക. കൂടുതൽ നാമങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ മനസ്സിലാക്കാം.